കൊച്ചിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ അറസ്റ്റിലായ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയെ സസ്പെൻഡ് ചെയ്തു. കോർപ്പറേഷൻ കൗൺസിൽ യോഗം ചേരാനിരിക്കെയാണ് സസ്പെൻഷൻ വരുന്നത്. സ്നേഹമോൾ ലൈലാൻ ചേരുന്നുണ്ട്. സ്നേഹ, സ്ഥിരം അഴിമതിക്കാരിയാണെന്ന് തെളിയിക്കപ്പെടുകയും പരാതികളൊക്കെ തന്നെ ഒരുപാട് ഉയരുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ എടുത്ത കേസുമായി ബന്ധപ്പെട്ട് വരുന്ന തുടർ നടപടിയാണോ? എന്താണ് വിവരങ്ങൾ? പ്രതീഷ്, കൊച്ചി കോർപ്പറേഷനിലെ സോണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥയായ ബന്ധപ്പെട്ട് സോണൽ ഓഫീസിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടറായ സ്വപ്നയെ കഴിഞ്ഞ ദിവസമായിരുന്നു 15,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം സസ്പെൻഷൻ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം സസ്പെൻഷൻ നടപടികൾ പൊതുഭരണ വകുപ്പായിരുന്നു സ്വീകരിക്കേണ്ടത്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പൊതു അവധിയായിരുന്നു, തൊഴിലാളി ദിനമായിരുന്നു. അതിനാലാണ് മേയർ നേരിട്ട് ഇടപെട്ട സസ്പെൻഷൻ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. നിലവിൽ കൊച്ചി കോർപ്പറേഷനിലെ കൗൺസിൽ ചേരുകയാണ്. ഈ കൗൺസിൽ പ്രധാനമായും ഉയർത്തുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് 2023 മുതൽ നിരവധി അഴിമതികൾ, ഇത്തരത്തിൽ അഴിമതി ആരോപണങ്ങൾ ഇത്തരത്തിൽ ഈ കോർപ്പറേഷൻ ഓഫീസുകളിൽ ഉയർന്നു വരുന്നുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. അതിനെതിരെയുള്ള വാദപ്രതിവാദങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലും കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 2 കുട്ടികളുമായി കൈക്കൂലി വാങ്ങുന്നതിനിടെ അറസ്റ്റിലായ ബിൽഡിംഗ് ഇൻസ്പെക്ടർ സ്വപ്നയെ സസ്പെൻഡ് ചെയ്തു. സ്ഥിരം അഴിമതിക്കാരിയാണ്. കെട്ടിട അഴിമതികളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് അഴിമതികൾ ഉണ്ട് എന്ന് നിലനിൽക്കുകയാണ്. ഇപ്പോൾ കൗൺസിൽ ചേരാനിരിക്കെ സസ്പെൻഷൻ നടപടി എടുത്തു.